അപ്പം ഓണം എക്സാമിന് പോകുന്നതിന് മുന്നേ എല്ലാ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമുക്ക് നോക്കിയാലോ? യെസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് എന്താണ് ടോക്കൺസ് എന്നുള്ളത്. ടോക്കൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പഞ്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, ലിറ്ററൽസ്, ഐഡന്റിഫയേഴ്സ് ആൻഡ് കീവേഡ്സ്. ഇതാണ് നമ്മുടെ ടോക്കൺസ് എന്ന് പറയുന്നത്. ഈ ടോക്കൺസ് എന്താണ്, എങ്ങനെയാണ് വരുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ടോക്കൺസ്? ടോക്കൺസ് എന്ന് പറയുന്നത് എന്താണ്? ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാം ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്പ് കൺവേർഷൻ. നമുക്ക് രണ്ട് ടൈപ്പ് കൺവേർഷൻ ആണ് വരുന്നത്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പൈലർ തന്നെ വേണ്ട ചേഞ്ചസ് വരുത്തുന്നു, ഒരു ടൈപ്പിൽ ഡേറ്റ ടൈപ്പിൽ ചേഞ്ചസ് വരുത്തുന്നു. ഇതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുക. അതിന് പറയുന്ന വേറൊരു പേരാണ് ടൈപ്പ് പ്രൊമോഷൻ. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യൂസർ വരുത്തുന്ന ചേഞ്ചസിനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുക. അതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ഒരു C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, ഇതിനെപ്പറ്റിയും ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് IOStreamന് പകരം നമ്മൾ അതായത് നമ്മുടെ ഹെഡർ ഫയലാണ് IOStream എന്ന് പറയുന്നത് അല്ലേ? യെസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹെഡർ ഫയൽ യൂസിങ് നെയിം സ്പേസ്, അതിനുശേഷം അവിടെ ഒരു ഐഡന്റിഫയർ നമ്മൾ കൊടുക്കണം. ദെൻ ഇൻറ്റ് മെയിൻ കൊടുക്കുന്നു, അതിനുശേഷം കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കണം? സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കണം. ദെൻ റിട്ടേൺ 0 സെമിക്കോളൻ. അടുത്ത ഈ ചാപ്റ്ററിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുക. നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. സെലക്ഷൻ ഓർ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ്സും. സെലക്ഷൻ ഓർ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്നവരാണ് ഇഫ്, എൽസീഫ് ലാഡർ, അതുപോലെ തന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഇവരുടെ എല്ലാം സിൻടാക്സ് പഠിച്ചു വെക്കുക. എക്സ്പെഷ്യലി നിങ്ങൾ സ്വിച്ചിൻ്റെ സിൻടാക്സ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. ആൻഡ് അതുപോലെ ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വരുമ്പോൾ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഇവരെ മൂന്ന് പേരെക്കുറിച്ചും കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. ആൻഡ് ഇവരുടെ എല്ലാം സിൻടാക്സും പഠിച്ചു വെക്കണം. ഫോർ ലൂപ്പിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വരുന്ന അതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എക്സാമിന് വരുന്നുണ്ടാവുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ജംപ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ജംപ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വരിക? ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക. യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അറേയിലേക്ക് വരുമ്പം അറേ ഇനീഷ്യലൈസേഷൻ, എങ്ങനെയാണ് അറേ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ആദ്യം അറേ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. എന്നാലാണ് നമുക്ക് അറേ ഇനീഷ്യലൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിനൊക്കെ മുന്നേ ആയിട്ട് തന്നെ എന്താണ് അറേക്ക് ഒരു ഡെഫിനിഷൻ പറയാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ. സെക്കൻഡ്, നിങ്ങൾ അറേ ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതിനുശേഷം സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് യൂസിങ് അറേ. സ്ട്രിങ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അറേയിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വാല്യൂസിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ സ്പേസ് ആഡ് ചെയ്യുമ്പം, അല്ലാന്നുണ്ടെങ്കിൽ അറേയുടെ ടൈപ്പ് മെൻഷൻ ചെയ്യുമ്പം നൾ ക്യാരക്ടറിന് ഇരിക്കാനുള്ള സ്പേസും കൂടെ നമ്മൾ കൊടുക്കണം അല്ലേ? യെസ്. ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ്, അതായത് നമ്മുടെ ഈ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ അറേ ചാപ്റ്റർ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ എന്തായാലും ഒന്ന് പോയി കാണാം. ഓക്കെ. അപ്പോൾ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് യൂസിങ് അറിയാം അതെങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. അടുത്ത നമ്മുടെ തേർഡ് ചാപ്റ്റർ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തൊന്ന് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് മൊഡ്യൂളർ പ്രോഗ്രാമിങ്ങും ഇതിൻ്റെ മെറിറ്റ്സും. എന്താണ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗ് എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗ്? വലിയൊരു പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മൊഡ്യൂളർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ആൻഡ് അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. 3 മാർക്ക് 2 മാർക്ക് ഏരിയയിലും ചിലപ്പം എസ്സേക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മെയിൻലി 3 മാർക്ക് ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പോർഷനാണ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗ്. ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. സ്ട്രീം ഫങ്ഷൻസ് ഉണ്ട്, സ്ട്രിംഗ് ഫങ്ഷൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, ക്യാരക്ടർ ഫങ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്നുള്ളതിനെക്കുറിച്ചും ഓരോന്നിൻ്റെ ഹെഡർ ഫയൽസ് ഏതാണെന്നുള്ളതിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. ഇതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എസ്സേ പോർഷനിൽ മസ്റ്റായിട്ടും ഈ ഒരു ബേസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. 90% ചാൻസും ഉണ്ട്. ഓക്കെ. സോ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും പഠിച്ചു വെക്കാം.
ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, നമ്മുടെ 4th ചാപ്റ്ററിനകത്തുനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്റ്റായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു പോർഷനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ, അതായത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് ഓൾറെഡി നമ്മളൊരു വീഡിയോ ആയിട്ട് ഏതൊക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് നിങ്ങൾ മസ്റ്റായിട്ട് 5 ഡിഫറൻസ് ബിറ്റ്വീൻ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 5 ഡിഫറൻസ് ബിറ്റ്വീൻ്റെ ഒരു വീഡിയോ മിസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അതും എക്സാമിന് പോകുന്നതിന് മുന്നേ മസ്റ്റായിട്ട് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുകയുള്ളൂ കേട്ടോ. യെസ്, അപ്പോൾ ആദ്യം സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടാഗ്സ് ഇൻ HTML ഡോക്യുമെന്റ്. HTMLനകത്ത് വരുന്ന ടാഗുകൾ, കണ്ടെയ്നർ ടാഗും എം ടി ടാഗും. എന്താണ് കണ്ടെയ്നർ ടാഗ്, എന്താണ് എം ടി ടാഗ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടാഗുകൾ, കുറേയധികം ടാഗുകൾ തന്നിട്ട് ഇതിനെ കണ്ടെയ്നർ ടാഗും എം ടി ടാഗുമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു പോർഷനിൽ നിന്ന് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത്, ഇല്ലെങ്കിൽ ഇത്രയും ഈ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഫസ്റ്റ് ടൈമിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്. ഇതിൻ്റെ അർത്ഥം ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്നുള്ളതല്ല. എന്താണ്, നിങ്ങൾ ഈ പോർഷൻസ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് തന്നെ പോകണം. അങ്ങനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മക്കളെ, ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. യെസ്, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.